ധർമ്മേന്ദ്ര പ്രധാനെ വിറപ്പിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയെ ചൊല്ലി കോൺഗ്രസും CPI-ഉം രണ്ട് തട്ടിലാണ്. ഇന്ത്യ സഖ്യം ഒന്നാകെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയ വിഷയമെങ്കിലും CJP ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാത്തത് ചൂണ്ടിക്കാണിച്ചാണ് CPI-ന്റെ വിമർശനം. മടിച്ചു നിന്നവർക്ക് ഒടുവിൽ സമരത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു എന്ന് M. സ്വരാജ് കോൺഗ്രസിനെ വിമർശിച്ചു. തുടക്കം മുതൽ CJPക്ക് ഒപ്പം നിന്നത് ഇടതു സംഘടനകളെന്നും സ്വരാജ് പറഞ്ഞു. സമരം തുടങ്ങിയപ്പോൾ തന്നെ അതിനെ പിന്തുണച്ചവരുണ്ട്. സംഘടനകളും പാർട്ടികളും മാത്രമല്ല വ്യക്തികളും. പക്ഷേ അറച്ചറച്ച് നിന്നവർക്കും ഒടുവിൽ സമരത്തെ പിന്തുണയ്ക്കേണ്ടി വന്നു. ഞാനതിനിപ്പോൾ ആരെയും പരിഹസിക്കാനോ വിമർശിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഒരിക്കലും ഉണരാതിരിക്കുന്നതിലും നല്ലത് വൈകി ഉണരുന്നതാണ്. അവർക്കിതും ഒരു പാഠമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തുടക്കം മുതൽ CJPയോടൊപ്പം ഈ സമരമുഖത്ത് അടിയുറച്ച് നിൽക്കുകയും എല്ലാ ആക്രമണങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തവരാണ് SFIയും ഐസയും AESFും അങ്ങനെയുള്ള സംഘടനകളെല്ലാം. അപ്പോൾ ആർക്ക് നന്ദി പറയണമെന്നും ആരെ ചേർത്ത് പിടിക്കണമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതവർ ചെയ്തു. പ്രധാന്റെ രാജിയിലേക്ക് നയിച്ചത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള യുവാക്കളുടെ പോരാട്ടമെന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകൾ. ഏതെങ്കിലും സംഘടനയുടെ പേര് പറയാൻ മടിയില്ലെന്നും ആദ്യഘട്ടത്തിൽ മാറി നിന്നത് CJPക്ക് പിന്തുണ നൽകിയതും തന്ത്രപരമായ നീക്കമായിരുന്നുവെന്നും സമരത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണ്ടെന്നും KC വേണുഗോപാൽ പറയും. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം പോരാട്ടമല്ല. എന്ന് വെച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ജന്തർ മന്ദിറിലെ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായോട് ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്തെത്തി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ആരുടെ അനുവാദപ്രകാരമെന്ന് വ്യക്തമാക്കണമെന്ന് രാഹുൽ പറഞ്ഞു. പോലീസ് യൂണിഫോം ഇല്ലാത്തവരെ നിയോഗിച്ചത് ആരെന്നും ചോദ്യം. പെൺകുട്ടികളോട് പോലീസ് ലൈംഗിക അതിക്രമം കാട്ടിയെന്നും രാഹുൽ ആരോപിച്ചു. അമിത്ഷായ്ക്ക് അയച്ച കത്തിലും CJP എന്ന പേര് രാഹുൽ പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു. കോൺഗ്രസ് അവഗണിക്കുന്നതിന് തുല്യമായി തിരിച്ച് CJP കോൺഗ്രസിനെയും അവഗണിക്കുന്നതും ശ്രദ്ധേയമാണ്. ജന്തർ മന്ദർ സമരത്തിലെ ആദ്യാവസാന പങ്കാളിത്തത്തിന് SFIയോടും ASFിനോടും പ്രത്യേകം CJP നന്ദി പറഞ്ഞു. പിന്തുണയ്ക്കും നിർദ്ദേശങ്ങൾക്കും നന്ദിയെന്ന് CJP വക്താവ് അശുതോഷ് റാങ്കെ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പോസ്റ്റിൽ ഐസിയെക്കുറിച്ച് പരാമർശമില്ലാത്തതും ശ്രദ്ധേയമായി. CJPയുടെ എതിർപ്പ് അവഗണിച്ച് ഐസ നേതാവ് നേഹ രാഹുൽ ഗാന്ധിക്കൊപ്പം വാർത്താസമ്മേളനം നടത്തിയതിൽ അമർഷമുണ്ടെന്നാണ് റിപ്പോർട്ട്. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ കേരളത്തിലും രക്തസാക്ഷി ഉണ്ടായെന്നതും ഇന്ന് വ്യക്തമായി. കാസർഗോഡ് സ്വദേശി ഐജ മഹേഷ് ജീവനൊടുക്കിയത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെയെന്ന് മാതാവ് രാധിക പറഞ്ഞു. നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഐജ പരീക്ഷ റദ്ദാക്കിയപ്പോൾ മാനസികമായി തകർന്നു. മറ്റൊരു മക്കൾക്കും ഈ ഗതി ഉണ്ടാവരുതെന്നും മാതാവ് പറയുന്നു. ആ അമ്മയുടെ വാക്കുകളിലേക്ക്. വർഷത്തിൽ ഒരു എക്സാം മാത്രമേ നീറ്റ് എക്സാം നടത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഇത് വാല്യൂ കൊടുത്തിട്ട് വേണ്ട ഓരോ എക്സാം നടത്താൻ വേണ്ടിയിട്ട് അതവർ ചെയ്തില്ല. സർക്കാർ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കുട്ടികളെ ഊണും ഉറക്കും നഷ്ടപ്പെട്ടിട്ട് അതും ഒരു വർഷം മാത്രമല്ല 3, 4 തവണ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി പരിഗണിക്കണ്ടേ. പരിപൂർണമായിട്ട് ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ഇനി ഒരു കുട്ടിക്ക് ഇത് വരാതിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂ. ഇനിയുള്ള എക്സാമിലും ഒരു കുട്ടിയെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കണ്ടേ.